ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെസഹ അപ്പമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പെസഹ അപ്പം ഇതുപോലെ കുരിശൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിന് വേണ്ടത് ഉഴുന്ന്, 2 ചെറിയ സ്റ്റീൽ ഗ്ലാസ്സിൽ ഉഴുന്ന് എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഒരു 2 മണിക്കൂർ നമുക്കത് സോക്ക് ചെയ്ത് വെക്കാം. വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി വെക്കാം. ഉഴുന്ന് എടുത്തിരിക്കുന്നത് ഈ സ്റ്റീൽ ഗ്ലാസ്സിലാണ്. ഇതാണ് അതിൻ്റെ അളവ്. നമ്മൾ സോക്ക് ചെയ്ത ഉഴുന്നാണിത്. ഇത് നമുക്ക് ഒരു തേങ്ങ, ഫുൾ തേങ്ങ എടുക്കാം. അത് ചിരണ്ടിയിട്ടുണ്ട്. ഫുൾ തേങ്ങ ചിരണ്ടിയത്. ഇത് നമ്മൾ ഇത് രണ്ടും കൂടി ഒരു മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഒരു മിക്സിയിലിട്ട് അടിച്ചതാണിത്. ഇതാണ് നമ്മുടെ അപ്പത്തിൻ്റെ ചേരുവ. ഇനി ഇതിലോട്ട് 2 നാഴി അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 2 നാഴി അരിപ്പൊടി നമ്മൾ ഈ മിക്സിയിലിട്ട് അടിച്ചതിലോട്ട് കുറേശ്ശെയായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ കുറച്ച് വെള്ളം ബാലൻസ് ഉണ്ടല്ലോ, അതെല്ലാം ഇട്ട് കുറേശ്ശെയായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടി പോകാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ അതേ രീതിയിൽ നോക്കിയിട്ട് കുറേശ്ശെ വെള്ളം, തേങ്ങാപ്പാലിൻ്റെ വെള്ളം ആഡ് ചെയ്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ ഉപ്പ് ഇട്ട് നമുക്ക് ഈ പരുവത്തിൽ നമ്മളുടെ മാവ് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഒരു ചരുവത്തിൽ വെള്ളം വെക്കാം. നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെക്കാം. അധികം വെള്ളം വേണ്ട, വളരെ കുറച്ച് വെള്ളം. ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ അത് തിളച്ച് നമ്മുടെ വെക്കുന്ന തട്ടിൻ്റെ ഉള്ളിലോട്ടൊക്കെ വീഴും. ഇനി ഒരു തട്ട് വെക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ സ്റ്റീൽ പാത്രത്തിൽ ഇത്തിരി വെളിച്ചെണ്ണ എല്ലാം തൂവിയിട്ട് അത് വെക്കണം. ഇതിലോട്ട് നമ്മളുടെ കുഴച്ച് വെച്ചിരുന്ന മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമ്മൾ വെച്ച ആ സ്റ്റീൽ പാത്രത്തിൻ്റെ 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പെസഹ അപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഉണ്ടാക്കുന്ന അപ്പത്തിൽ ഇതേപോലെ കുരുത്തോല കൊണ്ട് നമ്മളൊരു കുരിശ് പോലെ വെച്ച് കൊടുക്കണം. ഈ വർഷം കുരുത്തോല നേരൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇത് കഴിഞ്ഞ വർഷത്തെ ഓലയാണ്, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഓലയാണ് നമ്മൾ വെച്ചിട്ട് കുരിശ് പോലെ വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ കോലുകൾ വെച്ചിട്ട് ഒരു പ്ലേറ്റും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. വേവിക്കുമ്പോൾ നമുക്കത് ആവി വന്നു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ്, അതാണ് അതിൻ്റെ കണക്ക്. ഒരു പ്ലേറ്റും കൂടി വെച്ചിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതിനി മാറ്റാം. ആനിമോളാണ് വന്നേക്കുന്നത്. പെസഹ അപ്പത്തിൻ്റെ തട്ടലിന്
അടുത്ത് കൊണ്ടുപോയി വെക്കാനായിട്ട്. ഇത് നമ്മുടെ പെസഹ അപ്പം റെഡിയായി കഴിഞ്ഞു.